ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അത് നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളത് പിന്നെയും പിന്നെയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പ്രൊക്കാസ്റ്റിനേഷൻ. അതായത് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നാളേക്കോ പിന്നേക്കോ മാറ്റി വെക്കുന്നത്. ഈ പ്രൊക്കാസ്റ്റിനേഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രൊക്കാസ്റ്റിനേഷൻ. ഈ പ്രൊക്കാസ്റ്റിനേഷൻ മൂലം മെൻ്റൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, ഈവൻ റിലേഷൻഷിപ്പുകളിൽ പോലും ഒരുപാട് പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവസാനം, അതായത് ഒരുപാട് ടാസ്കുകളുണ്ട്, നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ അവസാന നിമിഷത്തിൽ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ വൻ വീഴ്ചകളിലേക്ക് പോകുന്ന ഒരു കാര്യത്തിന് തുടക്കം കുറിക്കലാണ് പ്രൊക്കാസ്റ്റിനേഷൻ. ഇപ്പോൾ നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടാകും, ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ അയലത്തെ പറമ്പിൽ ഒരു പശു കരയുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കണ്ടൻറ്റ്, ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പിന്നീട് എടുക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പോൾ അത് പ്രൊക്കാസ്റ്റിനേഷനാണ്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പിന്നെ വിചാരിച്ചു നമുക്ക് ചെയ്ത് തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മളിത് പ്രൊക്കാസ്റ്റിനേഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രൊക്കാസ്റ്റിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവിടെ പ്രൊക്കാസ്റ്റിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ്റെയും ക്ലാരിറ്റിയുടെയും കുറവാണ്. അത് കാരണം, അതായത് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, അവർ ഈവൻ നല്ല കാര്യത്തിനാണെങ്കിൽ പോലും നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുമ്പോൾ നമ്മളത് അവരങ്ങനെ പറഞ്ഞില്ലേ ഇനി ചെയ്യേണ്ട എന്ന് വിചാരിച്ച് പുറകോട്ട് വലിക്കുന്നത്. പിന്നെ ഡിസ്ട്രാക്ഷൻസ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്നീടാവട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കും. പക്ഷേ ആ മാറ്റിവെക്കലാണ് മനുഷ്യനെ മടിയരാക്കുന്നത്. പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത് വെറും ഒരു ലേസിനെസ് അല്ല പ്രൊക്കാസ്റ്റിനേഷൻ, അത് ബ്രെയിനിൻ്റെ ഒരു ഇൻ്റർപ്ലേ ആണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ബ്രെയിനിൻ്റെ ഇൻ്റർപ്ലേയെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് സക്സസിലോട്ട് മുന്നോട്ട് പോകണ്ടേ. പ്രൊക്കാസ്റ്റിനേഷനിൽ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 5 ഹാബിറ്റുകൾ. ഫസ്റ്റ് വൺ, പ്രയോറിറ്റൈസ് ആൻഡ് പ്ലാൻ. ഒരുപാട് ടാസ്കുകൾ ഉണ്ടെങ്കിൽ എന്താദ്യം ചെയ്യുമെന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കും പലപ്പോഴും. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം എടുത്തുകൊണ്ട് ഏറ്റവും അർജൻറ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും ഇത് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാകും. പിന്നീട് നമ്മളതൊരു ടൈം പ്ലാനിലോട്ട് ഇത്ര സമയത്തിനുള്ളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഏത് സമയമാണ് പീക്ക് ലെവലിൽ നമുക്കിത് ചെയ്യാൻ പറ്റുക, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യമേ പ്ലാൻ ചെയ്യുക. പറ്റുവാണെങ്കിൽ തലേ ദിവസം തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള കാര്യങ്ങൾ 6 ടാസ്കുകൾ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ അതിൽ മാക്സിമം 6 എണ്ണം വരെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈവൻ അതിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആ ടാസ്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഈ കാര്യം ചെയ്യുന്നത് മൂലം ഇതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ ടൈം മാനേജ്മെൻറ്റും അതിനോടൊപ്പം നമുക്ക് ടാസ്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാനും സാധിക്കും. നമ്പർ 2, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷനെ നമ്മൾ ഒഴിവാക്കുക. എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാൻ പറ്റുക? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുള്ളത്, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നേക്ക് മാറ്റിവെച്ചു. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊരു വിക്ടിം പേഴ്സണാലിറ്റി ആയി പോകാറുണ്ട്. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. നമുക്ക് എൻവയോൺമെൻറ്റിനെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ഏത് സ്പേസിലാണോ ഇരിക്കുന്നത്, നമുക്കൊരു കഥ എഴുതാനുള്ള ഒരു മൂഡാണ് എങ്കിൽ നമ്മൾ ആ ഒരു ബെഡ്റൂമിലോട്ട് പോയിട്ട് ബെഡിലിരുന്ന് എഴുതുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. കാരണം ബെഡ് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനും റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഹാർട്ട് ഓപ്പണായിട്ട്, മൈൻഡ് ഓപ്പണായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്കൊരു സ്റ്റോറി എഴുതാനോ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചൊരു വിഷൻ തയ്യാറാക്കാനോ എന്ത് കാര്യത്തിനും ക്ലാരിറ്റി വേണമെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ട് വന്നിരിക്കുക. അവിടെ നിങ്ങൾക്ക് വളരെ
വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇതെല്ലാം നമ്മൾ ബോധപൂർവം ബുദ്ധിപൂർവം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം വരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ടൂൾസുകൾ വരുന്നുണ്ട്. ഈവൻ ഡിജിറ്റലായിട്ടുള്ള മെറ്റീരിയൽസിലൂടെ നമുക്ക് ടൈം മാനേജ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടതാണോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ഹവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം നമ്മൾ ഫോണിൽ ഉപയോഗിച്ചു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം എത്ര സമയം നമ്മൾ വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ശരിക്കും ഒരു ഗിൽറ്റി ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പെയിന് വരിക. അതിലൂടെ നമുക്ക് നെക്സ്റ്റ് ഡേ ബെറ്റർ ആക്കാൻ പറ്റും. ഇനി നമ്പർ 3, റിവാർഡ് യുവർ സെൽഫ്. ഒരാൾ നമ്മളിങ്ങനെ മോട്ടിവേഷൻ ചെയ്യാനും നമുക്ക് പോസിറ്റീവ് എനർജി തരാനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കരുത്. നമ്മളുടെ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അഭിനന്ദിക്കുക. ചെറിയ സക്സസ് ഉണ്ടായാലും അത് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് ഞാൻ ബെറ്റർ ആയിട്ടുണ്ടെന്ന് നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്പർ 4, പവർ ഓഫ് ജസ്റ്റ് സ്റ്റാർട്ട്. അതായത് നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും മാസങ്ങളോ ആഴ്ചകളോ കടന്നു പോകും അത് പെർഫെക്റ്റ് ആകുന്നത് വരെ. പക്ഷേ ആ സമയം നമ്മൾ പെയിനിലൂടെ തന്നെയാണ് കടന്നു പോകുക. പക്ഷേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈവൻ നിങ്ങൾ ജിമ്മിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെയിറ്റ് ലോസിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ആക്ഷൻ എടുക്കുക. അങ്ങോട്ട് പോകാനുള്ള കാര്യത്തെക്കുറിച്ചും അവിടെ വിളിച്ച് അവിടുത്തെ ടൈം ഷെഡ്യൂളൊക്കെ നമ്മൾ നോക്കുക. അങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് നല്ല ഹെൽത്തി റൂട്ടീൻസ് ചെയ്യാൻ കഴിയുക. ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈവൻ പ്രൊക്കാസ്റ്റിനേഷനിലോട്ട് മൈൻഡ് പോകുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് ജസ്റ്റ് 1 ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ യാത്രകൾ പോകുക അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ എഴുതുക. പുതിയ ആശയത്തെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ തയ്യാറാക്കുക. ആ ഡിസ്ട്രാക്ഷനുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുതിയൊരു കാര്യത്തിലോട്ട് നമ്മൾ മൈൻഡിനെ കോൺഷ്യസ് ആയിക്കൊണ്ട് നമ്മൾ മൈൻഡിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ 5, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സപ്പോർട്ട് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതായത് നമുക്ക് എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സാണോ? എല്ലാ ഫ്രണ്ട്സിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനും കഴിഞ്ഞോളന്നില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ഗ്രോത്തിലോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ഗ്രോത്തിലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറണം. ഈവൻ നമുക്കിപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ഒരുപാട് പോസിറ്റീവ് കമ്മ്യൂണിറ്റികൾ ഉള്ള ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആക്ഷൻസ് എടുക്കുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുക. മറ്റൊരു കാര്യം, നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ക്ലാരിറ്റി ഇല്ല എങ്കിൽ നിങ്ങളൊരു മെൻറ്ററെ, ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ യാത്രകൾ മനോഹരമാക്കുക. കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കാൻ, പ്രൊക്കാസ്റ്റിനേഷനെ നമുക്ക് പിഴുതെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് മാറ്റിയെടുക്കാൻ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ സഹായിക്കും. ആദ്യ കാലഘട്ടത്തിൽ ഒരു മെൻറ്റർ ഉള്ളത് വളരെയധികം നല്ലതാണ്. തീർച്ചയായിട്ടും എന്നെ സഹായിക്കുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റേഴ്സ് എനിക്കുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൂടി അംഗമാണ്. അതുപോലെ ആ കമ്മ്യൂണിറ്റിയിലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും വളരെ കംഫർട്ടായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സും ഉണ്ട്. അവരാണ് എൻ്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടമല്ലെങ്കിലും പിന്നെയും പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡിസ്ട്രാക്ഷനാണ് കേട്ടോ. നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ബഹളമുണ്ട്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ്റെ ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഡോപാമിൻ ഹോർമോൺ റിലീസ് ചെയ്യും. അതായത് ഒരു റിലാക്സ് ഫീലായിരിക്കും. ടാസ്കുകൾ മാറ്റി വെച്ച് ഒരു റിലാക്സ് ഫീലിലോട്ട് വരും. നമ്മളൊക്കെ നല്ല തിരക്കിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് റീല് കാണുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടില്ല. പിന്നെ നമുക്കതിൽ നിന്ന് കണ്ണും കൈയും എടുക്കാൻ പറ്റില്ല. ആ രൂപത്തിലാവും. കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു തിരിച്ചറിവ് വരിക, കുറേ സമയം വൈകിയല്ലോ എന്നുള്ളത്.
അപ്പോൾ ഇതൊരു ബ്രെയിനിൻ്റെ ഒരു ട്രിഗറിങ് ആണ്, നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങനെ നമ്മളെ കംഫേർട്ട് സോണിൽ ഇരുത്തി കൊണ്ടുപോകുക എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. കാരണം പ്രൊക്കാസ്റ്റിനേഷൻ ഒരിക്കലും നമുക്ക് ഗുണം കൊണ്ടുവന്ന് തരില്ല. അതിലൊരുപാട് വീഴ്ചകളും വേദനകളും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല 5 ഹാബിറ്റിലൂടെ പ്രൊക്കാസ്റ്റിനേഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് പുതിയ ഡിസിഷൻസ് എടുക്കാം. നല്ല ഗ്രോത്ത് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.